നമ്മുടെ ഫേസിലെ പാടുകളും ചുളികളും ഒക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 2 ദിവസമായി നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് വയ്യായി ഇരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാണെന്നറിയാവോ, നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറാനായിട്ടും സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. നിങ്ങൾ എന്താണേലും ഈ ഒരു ഫേസ് പാക്ക് ഒരു 7 ദിവസം ചെയ്ത് നോക്കുക. നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ മാറാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റി സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ്. ഇതൊരു ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഫേസ് ക്രീമെന്നോ ഫേസ് പാക്കെന്നോ ഒക്കെ പറയാം. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാവോ? നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. അതേപടി തന്നെ കിടന്നുറങ്ങുക. പിറ്റേന്ന് രാവിലെ വേണം നമ്മളിത് വാഷ് ചെയ്യാനായിട്ട്. വാഷ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണോ ഫേസ് വാഷ് ചെയ്യുന്നത് അതേപോലെ ഫേസ് വാഷ് ചെയ്തെടുത്താൽ മതി. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നമുക്കിത് ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കുറച്ച് ആൾക്കാർ കൂടുതൽ ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോസ് സജഷനിലേക്ക് പോകുക. കാണുന്നവരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബീട്രൂട്ടാണ്. ഞാൻ ഇതുപോലെ ചെറിയ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് പിഴിയുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിൽ അതിൻ്റെ ആ ഒരു ജ്യൂസ് കിട്ടത്തില്ല കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഇതൊന്ന് ജ്യൂസ് പിഴിഞ്ഞെടുക്കുകയാണ്. നമ്മുടെ ബീട്രൂട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും അതേപോലെ തന്നെ ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. നമുക്ക് 1 സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് മതി. അപ്പോൾ ഞാൻ 1 സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനൊരു അരമുറി ബീട്രൂട്ടായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന പാലാണ്. നമ്മൾ എടുക്കേണ്ടത് തിളപ്പിക്കാത്ത പാലാണ്. പാല് നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക്. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ 1 സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുത്തത്. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നമ്മളൊരു 1/2 സ്പൂൺ ഗ്ലിസറിൻ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നമ്മൾ എത്ര തിക്നെസ് നിങ്ങൾക്ക് വേണോ അതനുസരിച്ച് അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. അലോവേര ജെല്ല് നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്ക് കൺസിസ്റ്റൻസി വേണമെങ്കിൽ കുറച്ചും കൂടെ അലോവേര ജെല്ല് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. ഇനി ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. കയ്യിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിത് ഫേസിലും കൂടെ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അബ്സോർബ് ആയി പൊക്കോളും. ഒരു കുഴപ്പമില്ല. സ്കിൻ നന്നായിട്ട് ചുളിവുകൾ മാറാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്കിനി ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ കിടന്നുറങ്ങിയാൽ മതി. പിറ്റേന്ന് രാവിലെ വേണം നമ്മളിത് വാഷ് ചെയ്യാനായിട്ട്. വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ എങ്ങനെയാണോ വാഷ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ വാഷ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. നമ്മൾ ഇതുപോലെ ചെറിയ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അബ്സോർബ് ആയി പോയിക്കോളും കേട്ടോ. അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ ഒന്ന് ഗ്ലോ ആവാനായിട്ടും പാടുകളൊക്കെ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ചുളിവുകൾ മാറ്റാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇപ്പം തന്നെ നമ്മുടെ ഫേസിലേക്ക് ഇത് അബ്സോർബ് ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് മാറ്റി സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ടൊന്ന് ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ 7 ദിവസം ഇതെന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.